എന്തൊക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെതിരെ ഒരു ബോധവൽക്കരണമോ ഒരു നടപടിയോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഈ കുട്ടികളിലോട്ട് ഇതുപോലെ ഒരു മാരകമായ രീതിയിൽ വയലൻസ് അവരുടെ സ്വഭാവത്തിലേക്ക് വരുന്നത് എന്നാണെന്ന് അന്വേഷിക്കാൻ ഒരു കാരണവശാലും ഇവിടുത്തെ ഒരു ഭരണകൂടമോ ഒരു നിയമ സംവിധാനങ്ങളോ ഉണ്ടാകുന്നില്ല. അതിനെതിരെ ശക്തമായിട്ട് ഒരു നടപടി ചെയ്യേണ്ടതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ ഒരു സ്റ്റഡി വിഷയമായിട്ട് അവർ ഇതിനെപ്പറ്റി ഒരു പഠന വിഷയമാകും. അധ്യാപകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അവരിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയത്തുള്ളൂ. മാതാപിതാക്കൾ സ്ട്രോങ് ആയിട്ട് അവർ മക്കളെ അവരെ സ്കൂളിൽ പോയിട്ട് വരുന്നതും എല്ലാം പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു തലമുറ അല്ലെങ്കിൽ 2 തലമുറ തകർന്ന് തരിപ്പണമായി ഇപ്പം കേരളത്തിൽ. ഒരു 5-6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ വരും. ആരും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ. ഇപ്പം തന്നെ ഈ ബംഗാൾ ഈ അഭയാർത്ഥികളല്ലേ അതിഥി തൊഴിലാളികളോട് ഇവിടെ വന്നതോടുകൂടി നാശത്തിൽ അവന്മാരെ നിയന്ത്രിക്കാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതി. എറണാകുളം, പെരുമ്പാവൂർ